മോഷണവും മോഷ്ടാക്കളും ഇന്ന് നാട്ടിൽ പെരുകുകയാണ്. പലതരത്തിലുള്ള മോഷണമാണ്. എന്നാൽ ഇത് ഇത്തിരി വേറിട്ട മോഷണം തന്നെ. മരണവീട്ടിൽ മോഷണം നടത്തിയ യുവതിയാണ് ഇപ്പോൾ പിടിയിലായത്. കൊല്ലം പള്ളിത്തോട്ടം ഡോൺ ബോസ്കോ നഗറിൽ റിൻസി ഡേവിഡിനെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒക്കൽ ആൻഡോപുരം കുന്നത്താൻ വീട്ടിൽ പൗലോസിന്റെ മാതാവിന്റെ മരണാനന്തര ചടങ്ങുകൾക്കിടയിലാണ് ഈ പുള്ളി മോഷണം നടത്തിയത്. മുറിയിൽ നിന്ന് 45 ഗ്രാം സ്വർണവും 90 കുവൈത്ത് ദിനാറുമാണ് മോഷണം പോയത്. അടുത്ത ബന്ധുവായി മരണവീട്ടിൽ അഭിനയിക്കും. ആരും അറിയാതെ മരണവീട്ടിൽ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും. വീട്ടുകാരെല്ലാവരും സംസ്കാര ചടങ്ങുകൾക്കായി പള്ളിയിൽ പോയ തക്കത്തിന് മോഷണം നടത്തിയതായിരുന്നു. ജോലിക്കാരി മാത്രമാണ് ആ സമയം വീട്ടിലുണ്ടായിരുന്നത്. മോഷണം നടത്തിയ ഉടൻ തന്നെ ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം നടന്നത്. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ പെരുമാറുകയും മാന്യമായി വേഷം ധരിച്ചെത്തുകയും ചെയ്തതിനാൽ തന്നെ ആർക്കും റിൻസിയെ സംശയവും തോന്നിയിരുന്നില്ല. ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിൽ വൈറ്റിലയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ASP മോഹിത് റാവത്തിന്റെ നിർദ്ദേശത്തിൽ രൂപീകരിച്ച അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ AK സുധീർ, SI PM റാസിഖ്, CPOമാരായ PS ഷിബിൻ, ഷഹാന സലീം തുടങ്ങിയവരാണുണ്ടായിരുന്നത്. പ്രതി നേരത്തെയും ഇത്തരത്തിൽ മോഷണം നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ ഇക്കാര്യം വ്യക്തമാകും. ആരുടെയും ശല്യമില്ലാതെ വിലപ്പെട്ട സാധനങ്ങൾ വളരെ എളുപ്പത്തിൽ മോഷണം നടത്താനാവും എന്നതിനാലാണ് റിൻസി മരണവീടുകളിൽ മാത്രം മോഷണം നടത്തിയിരുന്നത് എന്നാണ് കരുതുന്നത്. പൗലോസിന്റെ സഹോദര ഭാര്യ ലിസ കട്ടിലിനടിയിൽ സൂക്ഷിച്ചിരുന്ന ബാഗിൽ നിന്നാണ് യുവതി സ്വർണവും പണവും കവർന്നതെന്നാണ് പോലീസ് പറയുന്നത്. മുഖത്ത് മാസ്ക് ധരിച്ചാണ് യുവതി മരണവീട്ടിലെത്തിയത്. മരണവീട്ടിലുള്ളവരുമായി യുവതിക്ക് ബന്ധമൊന്നുമില്ലെന്ന് പോലീസ് പറഞ്ഞു. കുടുംബവുമായി നേരിയ പരിചയം മാത്രമാണ് ഇവർക്കുള്ളതെന്നും പെരുമ്പാവൂർ പോലീസ് വ്യക്തമാക്കി.